അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്താണേലും എന്റെ പാട്ട് എടുക്കാൻ പോകുന്നില്ല, ഇതിപ്പം വേറെ ആരെങ്കിലും പാടുമായിരിക്കും എന്ന് വിചാരിച്ച് എനിക്ക് തോന്നുന്നു 1-2 വർഷം കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്നെ ഇങ്ങനെ ഫോണിൽ വിളിക്കുക, ഒരു ഇതിന്റെ പ്രൊഡ്യൂസറാണോ ഡയറക്ടർ അല്ല പ്രൊഡ്യൂസറാണെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു മൂവിയിൽ പാടിയില്ലായിരുന്നു, അതിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്യണം. ചിലരിങ്ങനെ പറയുന്നത് കേൾക്കാം, പുതിയ പാട്ടുകളിൽ നല്ല പാട്ടുകളൊന്നും വരുന്നില്ല. അവർ പാട്ട് കേൾക്കാത്തോണ്ടാന്നേ ഞാൻ പറയുള്ളൂ. നല്ല പാട്ടുകളുണ്ട്, നല്ല പാട്ടുകളുണ്ട്. ഏത് മൂവി ഞാൻ 2 വർഷത്തിന്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചു ഞാൻ അറിയാമല്ലോ പാടിയ. ഞാൻ പാടുന്നത് കേട്ടല്ലേ പറ്റുള്ളൂ, അങ്ങനെ കേൾക്കും. പക്ഷെ ഇപ്പൊ പാടുന്നത് ശരിയായില്ല. നീ വന്ന് വന്ന് പോയ എന്താലകള് പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടം പാട്ട് തന്നെയാണ്, മ്യൂസിക് ആണ്. എൻ്റെ ഏറ്റവും എനിക്ക് കംഫർട്ട് തരുന്നത്, എനിക്ക് ഒത്തിരി ഹാപ്പിനെസ് തരുന്നതായിട്ടുള്ള ഒരു കാര്യം പാട്ട് തന്നെയാണ് ഞാൻ ഫ്യൂച്ചറായിട്ട് കാണുന്നത്. ടോക്ക് ഫ്രെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് പ്ലേബാക്ക് സിംഗർ മരിയ മാത്യു കോലടിയാണ്. നമുക്ക് മരിയയുടെ പുതിയ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം, വെൽക്കം ടു ദ ഷോ. ഹായ്, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? ഒത്തിരി നന്നായിട്ട് പോകുന്നു. സ്ഥലം, വീട് മീൻസ് എവിടെയാ? നാട്ടിലെവിടെയാ? നാട്ടില് ഞാൻ കോട്ടയത്താണ്. കോട്ടയത്ത് പാലായിലാണ് എൻ്റെ വീട്. ഇപ്പൊ ചെറുപ്പം മുതലേ പാട്ടിലോട്ട് വരാനുള്ളൊരു എന്താ പറയാ, ഒരു എങ്ങനെയായിരുന്നു? എൻ്റെ വീട്ടിലങ്ങനെ പാട്ട് പാടുന്നതായിട്ട് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതൊരു ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയത്. അച്ഛനമ്മ ആരും പാടില്ല? ആരും പാടില്ല, സിബ്ലിങ്സും പാടില്ല. കുറച്ചൊക്കെ പാടും, പക്ഷെ അങ്ങനെ ഒരു പാട്ടിന്റെ പാരമ്പര്യമൊന്നുമില്ല. ഞാൻ പാടാൻ തുടങ്ങിയത് ആക്ച്വലി ചേർച്ചിൽ വെച്ചിട്ടാ. ചേർച്ചിൽ ഇങ്ങനെ കൊച്ചു കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പോൾ അതിനൊക്കെ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് പാടാൻ തുടങ്ങിയത്. എത്ര വയസ്സ് മുതൽക്ക്? ഞാനൊരു 2nd സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ ഒരു 8 വയസ്സ് ആ സമയമൊക്കെ തൊട്ടാണ് പാടാൻ തുടങ്ങിയത്. അപ്പൊ അവിടുത്തെ സിസ്റ്റേഴ്സ് ആണ് എന്നെ പാടിക്കാൻ തുടങ്ങിയത്. അങ്ങനെ കോമ്പറ്റീഷനൊക്കെ ഇങ്ങനെ പാടുന്ന കേട്ട് ഞങ്ങൾക്ക് അവിടെ ഒരു മ്യൂസിക് ടീച്ചർ ഉണ്ടായിരുന്നു, കാറ്റഗിസം പഠിപ്പിക്കാനായിട്ട്. മെലു ടീച്ചർ എന്നാണ് പേര്. അപ്പോൾ ടീച്ചറിന് ഒരു മോനാണ് എൻ്റെ പ്രായത്തില്. അപ്പോൾ മോനെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ തന്നെ ഇരിക്കത്തില്ല. അപ്പൊ പിന്നെ ഞങ്ങളെ 2-3 പിള്ളേരെയും കൂടെ വിളിച്ചു, നിങ്ങളൊക്കെ വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പാട്ട് പഠിക്കുന്നത്. അപ്പൊ സിസ്റ്ററിനൊക്കെ പാട്ട് ഇങ്ങനെ പാടുമ്പോ മനസ്സിലായി തുടങ്ങി തോന്നുന്നു അല്ലെ, മോള് പാട്ട് പാടുന്നുള്ളത്? അത്യാവശ്യം അമ്മയ്ക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോണ്ടിരിക്കാനും. ഇങ്ങനെ ചുമ്മാ അമ്മ ഇങ്ങനെ ഹം ചെയ്തോണ്ടൊക്കെ ഇരിക്കും. ബാത്റൂം സിംഗർ ആണെന്നാണ് അമ്മ പറയുന്നത്. അത് പുറത്തോട്ടിറങ്ങി പിന്നെ പാട്ട് വരത്തില്ല. അങ്ങനെ അമ്മയുടെ ഇഷ്ടം കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് പാടാനുള്ള കഴിവ് കിട്ടിയത്. മെലു ടീച്ചറിന്റെ ഹസ്ബൻഡാണ് ആക്ച്വലി എന്റെ ഫസ്റ്റ് ഗുരു. സാറും മ്യൂസിക് ടീച്ചറാണ്, സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജിൽ സുനിൽ സാറാണ് എന്റെ ഫസ്റ്റ് ഗുരു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജെയ്സൺ ജെ നായർ എന്ന് പറഞ്ഞ് മോക്ഷ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു സാറുണ്ട്. സാറിന്റെ അടുത്തും പഠിച്ചിട്ടുണ്ട് ക്ലാസിക്കല്, കർണാട്ടിക് മ്യൂസിക്. അപ്പൊ സ്കൂൾസിലൊക്കെ കോമ്പറ്റീഷൻസിലൊക്കെ പാട്ട് പാടാൻ വേണ്ടിട്ട് അങ്ങനെ സ്കൂളിലൊക്കെ കോമ്പറ്റീഷന് സ്ഥിരമായിട്ട് പോവായിരുന്നു. അങ്ങനെയൊക്കെ പ്രൈസ് ഒക്കെ കിട്ടുമായിരുന്നു. അതൊക്കെയായിരുന്നു എന്റെ ഇൻസ്പിറേഷൻ. ആദ്യമായിട്ട് പാടിയ പാട്ട് ഓർമ്മയുണ്ടോ? പ്രൈസ് കിട്ടിയ പാട്ട്? എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടൊക്കെ പാടുന്ന ലൈറ്റ് മ്യൂസിക് ആയിരിക്കും. ഇങ്ങനെ സ്കൂളിലൊക്കെ കോമ്പറ്റീഷനൊക്കെ ആയിട്ട് എന്നെ ഒരു ടീച്ചർ ഒരു പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞിലെ, അഖിലും ചന്ദനവും പൂചൂടുന്നു. എനിക്ക് എന്നെ ഫുൾ ഓർമ്മയില്ല. ആ പാട്ടാന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് പാടിയത്. അതിനാണ് പ്രൈസ് അടിച്ചത്? അങ്ങനെയൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം സ്കൂളിലൊക്കെ പ്രൈസ് എനിക്ക് കിട്ടുമായിരുന്നു. അപ്പൊ അതിനായിരിക്കണം. പിന്നെ കോളേജിൽ പോകുമ്പോഴും ഇങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ ഇതൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ? കോളേജിലും യൂത്ത് ഫെസ്റ്റിവൽസിന് കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എം ജി യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ലൈറ്റ് മ്യൂസിക്കിന് വിന്നർ ആവാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതും ഒരു ബ്ലെസ്സിംഗ് ആണ്. അന്ന് ഏതായിരുന്നു പാട്ട് പാടിയത്? അന്ന് മതിലേഖമായും മുകിൽ മറയിൽ എന്ന് പറഞ്ഞൊരു സോങ്ങാ പാടിയത് ലൈറ്റ് മ്യൂസിക്കിന്. അതറിയോ 4 വരി പാടാൻ? അത് പാടാം. മതിലേഖ മായും മുകിൽ മറയിൽ മഴവീഴും
രാവുറങ്ങാതെ ഞാനിരുന്നു മതിലേഖ മായും മൂക്കിൽ മറയിൽ. വെറുതെ അല്ല ഫസ്റ്റ് കിട്ടിയത്. കാരണം ഭയങ്കര എന്താ പറയുക, ഒരുപാട് ഇമോഷൻസും ഭയങ്കര നല്ല ഫീലുള്ളൊരു സോങ് കേട്ടോ. കേൾക്കുമ്പോൾ ആയിരിക്കും ഭയങ്കര സിമ്പിളാണ്, പക്ഷെ എന്ത് രസമായിട്ടാ പാടണത്. എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോയില് അതിൻ്റെ ഇടയ്ക്ക് പണ്ടൊരു റിയാലിറ്റി ഷോയിൽ പോയിട്ടുണ്ട്, ഒരു 6th പഠിക്കുന്ന സമയത്ത്. അത് മഴവിൽ മനോരമയിലായിരുന്നു, ഇന്ത്യൻ വോയിസ് എന്ന് പറഞ്ഞൊരു ഷോയിലാണ് പോയത്. പക്ഷെ അന്ന് എനിക്ക് അങ്ങനെ സ്റ്റേജ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു. അന്നങ്ങനെ അതങ്ങനെ അതിലോട്ട് വരാൻ എങ്ങനെയായിരുന്നൊരു, അത് ആക്ച്വലി ഒരു കോമ്പറ്റീഷൻ എന്നുള്ള മൈൻഡിൽ പോയതല്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് പാട്ട് പഠിപ്പിച്ച സാറും സാറിൻ്റെ മോനും ഞാനും ഒരു പ്രായം. അപ്പം ഞങ്ങളെ ജസ്റ്റ് നിങ്ങൾ ഇതെല്ലാം ഒന്ന് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറഞ്ഞ് സാറ് ഞങ്ങളെ വിട്ടതാ. അപ്പോഴാ അറിയാതെ ഞങ്ങൾക്ക് 2 പേർക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ വളരെ ആകസ്മികമായിട്ട് കയറിയതാണ് ആ ഷോയില്. അന്ന് പാട്ട് ആകെ 1-2 പാട്ട് ഞാൻ കേട്ട് കുറച്ചൊക്കെ അറിയുള്ളൂ. അന്ന് ഭയങ്കര സ്റ്റേജ് ഫ്രൈറ്റ് ആയിരുന്നു എനിക്ക്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ കുറച്ച് വ്യത്യാസം വന്നു. അല്ല, അവിടെ ചിത്രശേഷിയും പിന്നെ ശരത്സാറും എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ അവരുടെ കൂടെ? ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ചിത്രചേച്ചീന്റെ ഒക്കെ കൂടെ ഒന്ന് കാണാൻ പറ്റുമെന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പൊ കൂടെ നിന്ന് അടുത്ത് നിന്ന് പാടാൻ പറ്റുമ്പോഴൊരു ബുദ്ധിമുട്ട് എങ്ങനെയായിരുന്നു? വല്ല നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ടെൻഷനായിരുന്നു? ഭയങ്കര ടെൻഷനായിരുന്നു ആ സമയത്ത്. അന്ന് മര്യാദക്കൊന്നും ഞാൻ പാടിയിട്ടില്ല. ചിത്രചേച്ചിയുടെ ഏതൊരു കമന്റ് ഞാൻ കേട്ടിരുന്നു, കാരണം മോൾക്ക് ആ കോൺഫിഡൻസ് കുറവുണ്ട്, അത് വീട്ടില് കൗൺസിലിംഗ് ചെയ്തിട്ട് എടുക്കണം എന്നൊക്കെ ഉള്ളത്. ഭയങ്കര പേടിയായിരുന്നു. അതിന്ന് എങ്ങനെയാ അത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിംഗർ ആയിട്ട് വന്നത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞ ദൈവാനുഗ്രഹം കൊണ്ടാണ്. അന്ന് പെട്ടെന്ന് പാട്ട് പഠിച്ച് പാടണം. നമുക്കൊരു 4 days ഗ്യാപ്പൊക്കെ കിട്ടുള്ളൂ. എനിക്ക് ആ സമയത്തിനുള്ളിൽ ഒരു ഫുൾ പാട്ട് കാണാതെ പഠിച്ച് പാടാന്ന് പറയുന്നതായിരുന്നു ഏറ്റവും ടെൻഷൻ. ലിറിക്സ് തെറ്റുവോ, ഇതാണ് മനസ്സിൽ, ലിറിക്സ് തെറ്റുവോ, അതിനേക്കാൾ അതാണ് മെയിൻ. അങ്ങനെ അത് ഓർക്കുമ്പോൾ ബാക്കിയെല്ലാം പോകും. അങ്ങനെ ഭയങ്കര പേടിയായിരുന്നു അന്ന്. പിന്നെ കുറെ കഴിഞ്ഞ് ഇങ്ങനെ ഓരോരോ സ്റ്റേജസ് ഇങ്ങനെ പാടി ചിത്രേച്ചി പറയണ കമന്റും അങ്ങനെയാണ്, പാടാൻ അറിയാം, നല്ല സൗണ്ടാണ്, വോയിസ് ആണ്, പക്ഷെ സ്റ്റേജിൽ കയറിയ അവളുടെ കോൺഫിഡൻസ് ഒന്ന് കുറയുന്നുണ്ട് എന്നുള്ളത്. പിന്നെ അതും പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് അന്നത്തെ ഏജും അങ്ങനെ ആയിരുന്നല്ലോ, ഇത്ര ചെറുതല്ലായിരുന്നു കുഞ്ഞിൽ. അങ്ങനെ അന്ന് കുറെ നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണുകയും ഇന്ററാക്ട് ചെയ്യുകയും അങ്ങനെ ഒരു സ്റ്റേജ് ആ പ്രായത്തിലുള്ള എനിക്ക് തോന്നുന്നു ഈ ഇങ്ങനത്തെ കോമ്പറ്റീഷൻസിന് പോകുമ്പോഴേ നമുക്ക് അങ്ങനെ ഒരു ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സ്റ്റേജ് കിട്ടുള്ളൂ. ഗ്രൂമിംഗ് സെഷനൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ എനിക്ക് കുറെ ടിപ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അവിടുന്ന്. പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പിന്നീട് നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ്. റിയാലിറ്റി ഷോ പിന്നെ നമുക്ക് പിന്നീട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഫ്ലോസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ എന്തൊക്കെ വ്യത്യാസം വരുത്തണം, ഓപ്പൺ ചെയ്ത് പാടാൻ പറ്റും, എത്ര റേഞ്ച് ഉണ്ട് എന്നുള്ളത്. കുറെ കാര്യങ്ങളിൽ ഒരു ധാരണ വരും, എങ്ങനെ വേണം, എന്തൊക്കെ മാറ്റണം. അതുവരെ നമ്മളുടെ അടുത്ത് കറക്റ്റ് ചെയ്ത് തരാൻ അങ്ങനെ എല്ലാവരും ശ്രമിക്കത്തില്ലല്ലോ. ഇതിങ്ങനെയൊക്കെ ഗ്രൂമിംഗ് സെഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നും. അതൊക്കെ ചിത്രേച്ചി എനിക്ക് തോന്നുന്നു സ്വന്തം മക്കളെ പോലെ തന്നെ എല്ലാരെയും മോൾഡ് ചെയ്ത് ചേച്ചിയും ശരത് സാറും ഞങ്ങൾക്ക് അന്ന് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചു തരുമായിരുന്നു. ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു, ചോക്ലേറ്റ് വരും അങ്ങനെ. പാട്ട് സെലക്ഷൻ ഒക്കെ അവർ തന്നെയാണ് തരിക, അതോ നമ്മള് ചൂസ് ചെയ്യണതാണോ? പാട്ട് യൂഷ്വലി നമ്മൾ കുറച്ച് ഓപ്ഷൻസ് കൊടുക്കും, അതിൽ നിന്ന് അവര് ചൂസ് ചെയ്യുക. അങ്ങനെയായിരുന്നു ചൂസ് ചെയ്തോണ്ടിരുന്നത്. ഈ ഡിവോഷണൽ സോങ്സ് ഒക്കെ ഏത് പ്രായത്തിൽ മുതലേക്കാണ് പാടാൻ തുടങ്ങിയത്? ഡിവോഷണൽ സോങ്സ് ഞാൻ ആക്ച്വലി പണ്ട് തൊട്ടേ പാടുമായിരുന്നു ചേർച്ചിൽ. പിന്നെ പ്രൊഫഷണൽ ആയിട്ട് ഇത് പാടാൻ തുടങ്ങിയത് ഒരു 10th ഒക്കെ കഴിഞ്ഞിട്ടാണ്. ആ സമയത്ത് ഷാലോമില് ഹോളി ബീറ്റ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ടോണി പാറക്കൻ എന്നാണ് ഈ ഷോയുടെ കോർഡിനേറ്ററിന്റെ പേര്. കാൻഡിൽസ് ബാൻഡിന്റെ കൂടെ ഈ ഹോളി ബീറ്റ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഞാൻ പാടാൻ തുടങ്ങിയിരുന്നു. അതാണ് എൻ്റെ ഒരു ഇനീഷ്യൽ പ്ലാറ്റ്ഫോം ഡിവോഷണൽ സിംഗിങ്ങിലേക്ക് വരുന്നതിന്. അപ്പോൾ അവിടെ ഞാൻ ഫസ്റ്റ് പാടിയത് ആരാധ്യൻ യേശുപര എന്ന് പറഞ്ഞൊരു സോങ്ങാണ്. ആ സോങ്ങിന് ഭയങ്കര അക്സെപ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ അത് കേട്ടാണ് എനിക്ക് റെക്കോർഡിങ്സിന് എന്നെ വിളിക്കാൻ തുടങ്ങിയത് ആൾക്കാർ. അങ്ങനെ ആ സോങ് ഒരു 4 വരി പാടാം. ആരാധ്യൻ യേശുപര വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിലുദിക്കണമേ.
വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഇതായിരുന്നു ഫസ്റ്റ് സോങ്. ഇതാണ് ഫസ്റ്റ് ഷാലോമില് ഫസ്റ്റ് പാടുന്ന പാട്ട് ഇതല്ല. ഞാൻ ഏഞ്ചൽസ് വോയ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ പണ്ട് ചെറുതായിരുന്നപ്പോൾ പാടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഈ സിംഗിങ് ജേണിയിലേക്ക് എനിക്കൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് ഞാൻ ഫസ്റ്റ് പാടുന്നത് ഈ പാട്ടാണ്. ഇപ്പൊ ടോട്ടൽ എത്ര ഡിവോഷണൽ സോങ്സ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ അറൌണ്ട് 1000-ഓളം പാടിക്കാണൂല്ലേ? ഒരു 850+ ഒക്കെ ഉണ്ട്. എനിക്ക് കൃത്യം എണ്ണമില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അതിൽ ഏറ്റവും വ്യൂവേഴ്സ് കിട്ടിയിട്ടുള്ള വ്യൂസ് കിട്ടിയിട്ടുള്ള സോങ് ഏതാണ്? ഞാനിപ്പം പറഞ്ഞ ഈ സോങ് ആണ്, ആരാധ്യൻ യേശുദാസ്. പിന്നെ ഞാൻ പാടിയതില് ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്, മലയാളത്തില് കെസ്രേട്ടൻ പാടിയൊരു പാട്ടാണ്. അതിന്റെ തമിഴ് വേർഷൻ ഞാനാ പാടിയത്. അപ്പൊ ആ പാട്ടിനും ഭയങ്കര അക്സെപ്റ്റൻസ് ആയിരുന്നു തമിഴ് ഓഡിയൻസിന്റെ ഇടയ്ക്ക്. അപ്പൊ അതാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത്രയും ഡിവോഷണൽ സോങ്സ് പാടിയെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഈ പാട്ട് കേട്ടിട്ട് ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പറയാറുണ്ടോ? പ്രത്യേകിച്ച് ഇതൊക്കെ ഭയങ്കര ഹീലിംഗ് ടച്ച് ഉള്ള ഒരു സോങ് ആണ്. പാട്ടിനെ പറ്റി എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? അതുപോലെ ഈ പാട്ട് എനിക്ക് തന്നത് ജിനോ കുന്നുംപുറത്ത് എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ ഡിവോഷനിൽ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മ്യൂസിക് പ്രൊഡ്യൂസറാണ്. ജിനോ ചേട്ടനാണ് ഫസ്റ്റ് ഈ പാട്ട് എനിക്ക് തരുന്നത്. കാൻഡിൽസ് ബാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ഫീൽഡിലേക്ക് വരുമ്പോൾ എനിക്ക് ഇനീഷ്യലി കുറേ നല്ല പാട്ടുകൾ എനിക്ക് തന്നിട്ടുള്ളത് ജിനോ ചേട്ടനാണ്. അതുകൊണ്ട് ഐ എം വെരി താങ്ക്ഫുൾ ടു ഹിം ആൻഡ് ഓൾസോ ടോണി ചേട്ടൻ്റെ ആ പ്ലാറ്റ്ഫോമിന്. പിന്നെ ജിനോ ചേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് നല്ല കമൻസ് കിട്ടിയിട്ടുള്ളത് ഈ പാട്ടിനാണ്. ഇതിന്റെ ലിറിക്സ് ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ടച്ചിങ് ആയിട്ട്. ആ പാടുന്ന ഫീലും ഉണ്ട് ഭയങ്കരമായിട്ട്. എന്തായിരുന്നു ആ ഒരു കമന്റ്? എന്തെങ്കിലും ഓർക്കാൻ പറ്റുന്ന വല്ല കമന്റ്സും ഉണ്ടായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ കുറെ പേര് ഒത്തിരി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്കത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ചില പാട്ട് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഡിവോഷണൽ സോങ് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഹീലിംഗ് ആണ് മനസ്സിന് തന്നെ. കേൾക്കുമ്പോൾ രാവിലെ അത് കേട്ട് കഴിഞ്ഞാൽ ഫുള്ളൊരു എനർജി കിട്ടണ പോലെയാണ് നമുക്ക്. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ട് ആരെങ്കിലും വല്ലതും പറയാറുണ്ടായിരുന്നോ? എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് രാവിലെ എപ്പോഴും എന്റെ പാട്ട് കേൾക്കാറുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷം അത് കേൾക്കുമ്പോൾ. മെഡിസിൻ പോലെയാണ് ശരിക്കും പറഞ്ഞ പാട്ടുകൾ എന്ന് പറയുമ്പോൾ. അങ്ങനെ ഈ ആരാധ്യൻ ഈ പാട്ടുകളൊക്കെ എപ്പോഴും ഈ പാട്ട് കേട്ടിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് പേര്. ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് പോലെയാണ് നമ്മുടെ പാട്ട് രാവിലെ കേട്ടിട്ടൊരു മനസ്സിനൊരു സുഖം വരിക എന്നൊക്കെ പറയുമ്പോൾ അല്ലേ? ഓരോ സ്റ്റെപ്പിലും ദൈവം കൂടെ ഉണ്ട് എന്ന് പറയണ പോലെയാണത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് സിനിമയിലോട്ട് വരാം. ഏതായിരുന്നു ഫസ്റ്റ് അങ്ങനെ ഒരു കോൾ? എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഞാൻ പാടിയത്? വാലാട്ടി എന്ന് പറഞ്ഞൊരു സിനിമയിലാണ്. വരുൺ സുനിൽ എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി മസാല കോഫി എന്ന് പറഞ്ഞ ബാൻഡിലെ പെർക്കഷനിസ്റ്റ് ആണ് വരുൺചേട്ടൻ്റെ ബാൻഡാണ്. അപ്പോൾ അതിൽ എൻ്റെ സീനിയർ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, സ്റ്റീവ് എന്ന് പറഞ്ഞ്. അപ്പോൾ വരുൺ ചേട്ടൻ പുതിയ വോയിസസ് നോക്കുന്നുണ്ടായിരുന്നു ഒരു സോങ്ങിന് വേണ്ടിയിട്ട്. ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പാട്ട് കേട്ട് സ്റ്റീവ് ചേട്ടൻ എൻ്റെ ഒരു റീൽ എന്തോ കാണിച്ചു കൊടുത്തു, ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ച്. അപ്പോൾ അത് കേട്ടിട്ടാണ് വരുൺ ചേട്ടൻ എന്നെ വിളിക്കുന്നത് ഈ പാട്ട് പാടാനായിട്ട്. അന്ന് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. പിന്നെ ഞാനത് പാടി എങ്ങനെ ഒപ്പിച്ചു. ഒരു ഫസ്റ്റ് പ്ലേ ബാക്ക് സിംഗിങ്ങിലോട്ട് വരുമ്പോഴുള്ള ഒരു ടെൻഷൻ, നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണല്ലോ ഫസ്റ്റ് മൂവിയിൽ. അപ്പൊ അത് ഞാൻ അതിന് മുമ്പ് ഡിവോഷനിലൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഫിലിം എന്ന് പറഞ്ഞപ്പോ ഒരു ബിഗർ സ്കെയിലാണല്ലോ. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ തലേദിവസം ഉറങ്ങാനൊന്നും പറ്റിക്കാണില്ല. പക്ഷെ അവിടെ ചെന്നിട്ട് കൈയും കല പറിക്കാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു. പക്ഷെ നല്ലൊരു സോങ് ആയിരുന്നു. എനിക്കൊരു വളരെ കുറച്ച് ലൈൻസേ ഉള്ളൂ. ഒരു ഡ്യുവറ്റ് സോങ് ആയിരുന്നു. വരുൺ ചേട്ടനാണ് മെയില് പാടിയത്. അതിന്റെ ഫീമെയിൽ ഒരു 4-5 ലൈൻസേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈൻസ് ആയിരുന്നു. എനിക്ക് സിറ്റുവേഷൻ പറഞ്ഞു കഥയുടെ എങ്ങനെയാണ് അങ്ങനെയാണ്. അതിന്റെ ഫിലിമിന്റെ ഡയറക്ടർ ദേവൻ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ദേവൻ ചേട്ടൻ ഉണ്ടായിരുന്നു ഞാൻ ആ പാട്ട് അവിടെ പാടാൻ നേരത്ത്. ദേവൻ ചേട്ടനാണെങ്കിൽ ഓരോ ഇതിന്റെ സീനും പറഞ്ഞു തന്നു, ഇതിന്റെ വേണ്ട ഇമോഷനും പറഞ്ഞു തന്നു. ഞാനാണെങ്കിൽ കർത്താവേ ഞാൻ ഇതൊക്കെ എങ്ങനെ പാടി ഒപ്പിക്കുമെന്നായിപ്പോയി. കാരണം എനിക്ക് ആ സമയത്ത് പാട്ട് പാടും എന്നല്ലാതെ ഇതിന് ഇങ്ങനെ ഇമോഷൻ കൊടുക്കണം, അങ്ങനെ കൊടുക്കണം, അങ്ങനെയൊന്നും നമുക്ക് വലിയ അങ്ങനെയൊക്കെ ഒന്നും പാടാൻ എനിക്ക് ഞാനാകെ ടെൻഷനായി പോയി. ഇത് എന്ത് പാടി വയ്ക്കും. എനിക്ക് പിന്നെ ഇപ്പോഴാണ് കുറേ പാട്ടുകൾ പിന്നീട് പാടി വന്നപ്പോഴാണ് ഓരോ സോങ്ങിനും ഓരോ ഇമോഷൻ വേണം,
പിന്നെ ചില വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പം അതിന് വേറെ രീതിയിലൊരു ചിലപ്പോൾ ഒരു പുഷ് കൊടുക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പിന്നീട് ബൈ എക്സ്പീരിയൻസ് ആണല്ലോ, നമുക്കത് പഠിക്കാൻ തന്നെ പറ്റുള്ളൂ. അതെ, അന്ന് ആ 4 ലൈൻ പാടാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു. പേടിച്ചിട്ടാണ് മെയിൻലി. അത് തിയേറ്ററിൽ കണ്ടപ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഞാൻ സിനിമയിൽ പാടുന്നെന്ന് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക്. പിന്നെ ഇത് കുറെ നാള് കഴിഞ്ഞിട്ടാണ് റിലീസ് ആവുന്നത് ഈ പടം. ഞാനിത് ഡിഗ്രിക്ക് പഠിക്കാൻ വന്ന സമയത്ത് പാടിയതാ ഞാൻ, പക്ഷെ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്താണ് ഇത് റിലീസ് ആവുന്നത്. പിന്നെ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അതിന്റെ റിലീസ്. നമ്മുടെ സൗണ്ട് ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ തിയേറ്ററിൽ കേൾക്കുക, അത്രയും ആൾക്കാർ കാണുക എന്നൊക്കെ പറയുമ്പോ ആ ഒരു 4 ലൈൻസ് പാടാം. പിരിഞ്ഞോരാ വിരൽ തുമ്പിന്നോർമ്മയിൽ അകം പിടഞ്ഞതും മിഴിക്കോണിൽ നീർത്തുള്ളിയായി നിറച്ചെന്നും പാലോട്ടുവാൻ കൈ നീട്ടിയോ നിലാപ്രകാശമേ, കരളിലെ മുറിവുകൾ പതിയമായില്ലേ, വഴികളിൽ വെറുതുമായി തുടർന്നിടാൻ. നല്ലൊരു സോങ് ആണ്. മോഡുലേഷൻസ് കുറച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പാടുന്നത് ശരിയായില്ല. ഒരു റൊമാൻറ്റിക് മെലഡി പോലത്തെ അല്ലേ ഇത്? ശരിക്കും അതില് വാലാട്ടി എന്ന് പറഞ്ഞത് ഡോഗ്സ് ബേസ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. ഇതില് 2 പട്ടിക്കുട്ടികളെ കാണാതെ പോകുമ്പോൾ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അതിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഈ പട്ടികളുടെ ഇടയ്ക്കുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ട്, ഒരു സാഡ്നെസ് ഉണ്ട്, ഒരു മിസ്സിംഗ് ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ അടുത്ത് അന്ന് ദേവൻ ചേട്ടൻ പറഞ്ഞത്. ഞാനിങ്ങനെ കിളിപോയിരിക്കുവായിരുന്നു. അല്ല, അപ്പൊ വീട്ടില് പെറ്റ്സ് ഉണ്ടോ? ഇല്ല, എൻ്റെ വീട്ടിൽ പെറ്റ്സ് ഇല്ല. എനിക്ക് ഭയങ്കര പേടിയാണ് ആക്ച്വലി ഡോഗ്സിനെ. എനിക്ക് ഇഷ്ടമാണ്, സ്നേഹമുണ്ട്, പക്ഷെ എനിക്ക് എന്നാലും എനിക്ക് അടുത്ത് പോകാൻ ഭയങ്കര പേടിയാണ്. വീട്ടിലൊരു ഡോഗ് ഉണ്ടെങ്കിൽ, ഡോഗോ കാറ്റോ എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു ഇമോഷൻ പിടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ പിടിക്കാനൊന്നും കിട്ടിയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ എന്നെ കൊണ്ട് വരുൺ ചേട്ടൻ ഒന്ന് പാടിപ്പിച്ചെടുത്തു. സെക്കൻഡ് ഫിലിം ഏതായിരുന്നു? എന്റെ സെക്കൻഡ് ഫിലിം ബിഗ് ബെൻ എന്ന് പറഞ്ഞൊരു മൂവി ആയിരുന്നു. ബിഗ് ബെന്നില് കൈലാസ് ചേട്ടനാണ് മ്യൂസിക് ചെയ്തത്, കൈലാസ് മേനോൻ. അതും ഞാനായിരിക്കും ആ പാട്ട് പാടുന്നതെന്ന് എനിക്ക് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. എന്റെ വോക്കൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സ്റ്റുഡിയോയിലേക്ക് വിളിപ്പിച്ചതായിരുന്നു കൈലാസ് ചേട്ടൻ. അപ്പൊ കൈലാസ് ചേട്ടൻ പറഞ്ഞു, ഈ പാട്ട് കുറെ പേര് പാടിയിട്ട് ആ സോങ്ങിന് വേണ്ട ഒരു സംഭവം കിട്ടുന്നില്ല. ഒത്തിരി നന്നായിട്ട് പാടുന്നുണ്ട്, പക്ഷെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് വേറെ ഒരു കാര്യമായിരിക്കുമല്ലോ അവര് എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പാടി ഒരു സംഭവം, എൻ്റെ ഒരു രീതിയിൽ ഞാനൊരു മെലഡി ആയിട്ടത് പാടി. അപ്പം കലാശാല പറഞ്ഞു, നമുക്ക് അങ്ങനത്തെ ഒരു മെലഡി എൻ്റെ ആ ടിപ്പിക്കൽ ആ വോയിസിലല്ല വേണ്ടേ, കുറച്ച് വെസ്റ്റേൺ ആക്കി വേറൊരു രീതിയിൽ പാടണം. അങ്ങനെ ഞാൻ അങ്ങനെ പാടി. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ ഞാൻ ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു മേഖലയായിരുന്നു ആ ഒരു കൈൻഡ് ഓഫ് ടെക്സ്ചർ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്താണേലും എന്റെ പാട്ട് എടുക്കാൻ പോകുന്നില്ല, ഇതിപ്പം വേറെ ആരെങ്കിലും പാടുമായിരിക്കും എന്ന് വിചാരിച്ച് എനിക്ക് ഒന്ന് 1-2 വർഷം കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്നെ ഇങ്ങനെ ഫോണിൽ വിളിക്കുക, ഇതിന്റെ പ്രൊഡ്യൂസറാണോ ഡയറക്ടറല്ല പ്രൊഡ്യൂസറാണെന്ന് തോന്നുന്നു. അപ്പത്തേക്ക് ഇങ്ങനെ ഒരു മൂവിയിൽ പാടിയില്ലായിരുന്നു, അതിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്യണമെന്ന്. അപ്പത്തേക്ക് ഏത് മൂവി, ഞാൻ വിചാരിച്ചു ഞാൻ അറിയാമല്ലോ പാടിയ അങ്ങനെ, കാരണം ഞാൻ മറന്നേ പോയി അന്ന് അത് പാടി. ഞാനാണെങ്കിൽ ഞാൻ പാടിയത് എന്താണല്ലോ എടുക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസിലായിരുന്നു ഇരുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞ് കൈലാസേട്ടന്റെ പേര് പറഞ്ഞപ്പോഴാണ്, കൈലാസേട്ടന് വേണ്ടി ഞാൻ ആകെ അന്ന് അതൊരെണ്ണം മാത്രമേ പാടിയിട്ടുള്ളൂ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി അതെടുത്തോ, അങ്ങനെ ആയിപ്പോയി. സർപ്രൈസ് ആയിപ്പോയി. ആ സമയത്ത് ഞാൻ പഠിക്കുമായിരുന്നു, ഇവിടെ നാട്ടിലില്ലായിരുന്നു, ബാംഗ്ലൂരായിരുന്നു. പിന്നെ അതാണ് സെക്കൻഡ് മൂവി. ബാംഗ്ലൂർ നാട്ടിൽ വന്നു. പിന്നെ ഇല്ല, ബാംഗ്ലൂരിന്ന് നാട്ടില് ഇടയ്ക്കിടയ്ക്ക് ഇല്ല പാടാൻ വേണ്ടിയിട്ട് അല്ല, ഇതും ആക്ച്വലി ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പാടിയതാ. അത് കഴിഞ്ഞ് എനിക്കത് ഡിഗ്രിക്ക് പഠിക്കുകയാണോ, അത് കഴിഞ്ഞ് ഞാനൊരു 1 year വർക്ക് ചെയ്തായിരുന്നു. ആ ഒരു ടൈമിലൊക്കെ ആയിട്ട് പാടിയതാണ് കൈലാസേട്ടൻ്റെ ഈ പാട്ട്. എൻ്റെ ഡിഗ്രി 3rd year തീരാറായപ്പോൾ പാടിയ പാട്ടായത്.
അത് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിറങ്ങാൻ നേരത്താണ് പയ്യെ റിലീസായി വരുന്നത്. അപ്പോൾ ഞാൻ ഈ കാര്യമേ വിട്ടുപോയായിരുന്നു. അത് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഞാൻ രണ്ടാമത്തെ സിനിമയിൽ പാടിയത് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ വിളിച്ച് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറയുമ്പോഴാണ്. ആ പാട്ടൊന്ന് കേൾക്കാൻ വളരെ ആഗ്രഹമുണ്ട്. കാരണം ഇത്രയും 2 വർഷം എടുത്തിട്ട് ഒരുപാട് പേരെ കൊണ്ട് പാടിപ്പിച്ചിട്ട് മോളുടെ സൗണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ വിളിച്ചത്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു അതിൽ എൻ്റെ വോയിസ് ആയിരിക്കും വരുന്നതെന്ന്. പക്ഷെ താങ്ക് യു കൈലാസേട്ടാ. അതൊരു 4 വരി. മനസാ വജസാ മായാതീരം തേടുന്നു നമ്മൾ, തരസാ തരസാ നീലാകാശം തേടുന്നു കണ്ണിൽ, ദലമോലുന്നേ പുതുനീഹാരം ആത്മാവിൻ ചില്ലയാകെ കണ്ണിൽ ചിരിയേകുന്നേ തോരാതെ നെഞ്ചിൽ ആനന്ദം. ലിറിക്സൊക്കെ തെറ്റിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നല്ല രസമുണ്ട് കേൾക്കാൻ. മറന്നുപോയി. ഇത് റിലീസ് ആവാൻ 2 വർഷം എടുത്തു എന്നാണ് പറഞ്ഞല്ലേ? ഇത് റിലീസ് ആവാൻ 2 വർഷം. 2 കൊല്ലം മുമ്പ് പാടിയ പാട്ടാ. വളരെ വൈകിയാണ് ഇതിന്റെ കോൾ എനിക്ക് വരുന്നത്, ഇത് റിലീസ് ആവുക പറഞ്ഞ്. അപ്പോഴാണ് ഓർത്തത് ഇത് ഏത് പാട്ടാ പാടിയ പാട്ടാണ്. ഏത് പാട്ടാ ഈ അടുത്തൊന്നും പാടിയിട്ടില്ലല്ലോ എന്നുള്ളതല്ലേ? അങ്ങനെ ആയിപ്പോയി. ഈ വോയിസിന്റെ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഡിവോഷണൽ സോങ് പാടും, റൊമാൻറ്റിക് പാടും, ഇപ്പൊ ഈ ഒരു പാട്ട് പാടുന്നു. അതിന് എങ്ങനെയാ വോയിസിനെ പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ല. ശരിക്കും അത് വേണ്ടതാണ്. ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല. പക്ഷെ ഞാൻ ഭയങ്കര ലേസി ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. പിന്നെ ഇത്രയും നാളും മ്യൂസിക്കിലോട്ട് ഭയങ്കര ഒരു ഫോക്കസ് എനിക്കില്ലായിരുന്നു, പഠിക്കുമായിരുന്നത് കൊണ്ട്. അതും ഈ നാട്ടിലില്ലാത്തത് കൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ വന്നായിരുന്നു ഈ ഡിവോഷണൽ സോങ്സ് ഒക്കെ പാടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് മ്യൂസിക് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഇനി ഡെഫിനറ്റ്ലി വോയിസ് ഒക്കെ പ്രെപ്പ് ചെയ്ത് അടിപൊളിയായിട്ട് പോണം. തണുപ്പ് ഐറ്റംസ് ഒക്കെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ആക്കാൻ പോവാണെന്നാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെയല്ല, തണുപ്പ് ഞാൻ കഴിക്കാറൊക്കെ ഉണ്ട്. എനിക്ക് വലിയതായിട്ട് എഫക്ട് ചെയ്യാറില്ല. നല്ല കാര്യം. പിന്നെ കുറെ നമ്മുടെ ഹാബിറ്റ്സും കൂടെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് യൂഷ്വലി സാധാരണ ഒരു തണുപ്പുള്ള സംഭവമൊക്കെ കഴിച്ചാലൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല. പിന്നെ നാളെ പാട്ട് പാടാനുണ്ടെങ്കിൽ ഇന്ന് പോയിട്ട് ഞാൻ കഴിക്കത്തില്ല, അങ്ങനെയൊക്കെ നോക്കും. കാരണം നമ്മളൊരു വലിയ റിസ്ക് എടുക്കത്തില്ല. പക്ഷെ ഞാൻ തണുപ്പെല്ലാം കഴിക്കാറുണ്ട്. ഇപ്പം കൊച്ചിലേ മുതലേ പാട്ട് പഠിക്കുന്നുണ്ട്, പിന്നെ റിയാലിറ്റി ഷോസ് ആ സമയത്ത് ചെറുപ്പം മുതലല്ലേ ഒരു 7 പിന്നെ കോളേജ് ആകുമ്പോൾ ഡിവോഷണൽ സോങ്സും കാര്യങ്ങളും പിന്നെ മൂവീസും. ഫാൻസിന് എങ്ങനെയാ ഹാൻഡിൽ? ഇത്രയും സുന്ദരിയായിട്ടുള്ളൊരു സിംഗർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ടാവുമല്ലോ. കുറെ പേരും എനിക്ക് ഡിവോഷണൽ സോങ്സ് കേട്ടിട്ടാണ് എൻ്റെ അടുത്ത് ഭയങ്കര ഒരു എന്താ ഒരു ഫാൻസ് ആയിട്ട് മാറിയിട്ടുള്ളത്. അങ്ങനെ കുറച്ച് പേരുണ്ട്. എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഒത്തിരി പാട്ടിഷ്ടമാണെന്നൊക്കെ പറഞ്ഞ്. കൂടുതലും ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ് കാണുന്നത്. പിന്നെ എന്തെങ്കിലും പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോഴാണെങ്കിലും ചിലർ ഇങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്, ഇങ്ങനെ അടുത്ത പാട്ട് ഇറക്കാൻ വേണ്ടിയിട്ടും. എനിക്ക് പരിചയമേ ഇല്ലാത്ത ആൾക്കാരായിരിക്കുമല്ലോ. അപ്പൊ അവരങ്ങനെ നമ്മുടെ പാട്ടുകൾ പുതിയത് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇൻസ്റ്റയിലും ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവ് ഒന്നുമല്ല. ഞാൻ വല്ല കാലത്തുമാണ് ഓരോ റീൽസ് ഒക്കെ ഇടുന്നത്. പക്ഷെ ഇനിയെല്ലാം മാറും. ഇനി കണ്ടിന്യൂസ് കവർ സോങ്സ് കുറെ ചെയ്യുന്നുണ്ടോ? കവർ സോങ്സ് അങ്ങനെ ഒത്തിരി ചെയ്തിട്ടില്ല. ഞാൻ റീൽസ് ആയിട്ട് ആകെ ഒരു വളരെ വിരലുണ്ടാവുന്ന അത്രയും പാട്ടുകളേ ഉള്ളൂ ഞാൻ പാടിയിട്ടിരിക്കുന്നത്. പക്ഷെ ഇനി എന്താണേലും ഇൻസ്റ്റയിലൊക്കെ ഒന്ന് ആക്റ്റീവ് ആവാമെന്ന് വിചാരിച്ചിരിക്കും. അതെ, ഇപ്പൊ എല്ലാരും സോഷ്യൽ മീഡിയയിലൂടെ ആണല്ലോ പാട്ടുകളാണെങ്കിലും. ഇപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും സോഷ്യൽ മീഡിയ കൂടെയാണ് വരുന്നത്. എന്താണല്ലോ ഞാനും ഒന്ന് നോക്കാം. എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഈ അടുത്ത് ഇട്ട ഒരു പാട്ടുണ്ട്, അടുത്താണോ ഇട്ടത് എനിക്ക് അറിഞ്ഞൂടാ, ആ ഒരു തമിഴ് പാട്ടില്ലേ, എന്നെ കൊഞ്ചം നേരം കൊഞ്ചം നേരം ഞാനും പ്രണവും കൂടെ ചെയ്തൊരു പ്രണവല്ല സോറി വൈകാശേട്ടനും കൂടെ ചെയ്തൊരു പാട്ട് കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നി, ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ ആരാ, അല്ല ശ്വേതന്ന് അറിയാം, ബട്ട് സ്റ്റിൽ എനിക്കത് ഒരു നിങ്ങളുടെ രണ്ടുപേരുടെയും വോയിസ് തമ്മിൽ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയ പോലത്തെ ഒരു ഫീലായിരുന്നു. ഇവൺ എല്ലാം ആ ഫീലോട് കൂടിയിട്ട് ആ പാട്ട് പാടിയിട്ടുണ്ട്. അത് നമുക്കതൊരു 4 വരി പാടാം.
இதுவரைக்கும் தனியாக என் மனச அலைய விட்டாயே எதிர்பார நேரத்தில இதயத்தில வளைய விட்டாயே நீ வந்து வந்து போயே எந்த அலைகளை போல வந்து உன் கையில மாட்டிக்குவே வளையல போல உன் கண்ணு கேத்த அழகு வர காத்திரடா கொஞ்சம் உன்னை இப்படியே தந்தாலும் தித்திக்குமே நெஞ்சம் இன்னும் கொஞ்சம் நேரம் பொறுத்தாதா என்ன ஏ அவசரம் என்ன അവസരം சொல்லு പൊന്നേ. ഭയങ്കര രസമായിട്ട് പാടിയിട്ടോ പാട്ട്. ഞാൻ പറയാൻ നിൽക്കുമായിരുന്നു അതിന്റെ അനുപല്ലവി തൊട്ട് പാടണേന്ന്, പക്ഷെ അതനുസരിച്ചിട്ട് അനുപല്ലവി തൊട്ട് തന്നെ പാടി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഷോസ് ഒക്കെ ഒരുപാട് അല്ലേ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഷോസ് ആക്ച്വലി ഞാൻ ചെയ്തിരിക്കുന്നത് കുറവാണ്. കൂടുതലും റെക്കോർഡിങ്സ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം പഠിക്കുമായിരുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി ലീവ് എടുത്ത് പോകാനോ അങ്ങനെ ഒരു നേരത്തെ ഒരു കമ്മിറ്റ്മെന്റ് എടുക്കാനോ ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇപ്പം എൻ്റെ കോഴ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പയ്യെ ഷോസ് ഇങ്ങനെ കമ്മിറ്റ് ചെയ്ത് തുടങ്ങുന്നത്. ഫസ്റ്റ് ഷോ എവിടെയായിരുന്നു? പുറത്ത് അബ്രോഡ് ഞാൻ ഫസ്റ്റ് ഷോ ചെയ്യുന്നത് കുവൈറ്റിലാണ്. പിന്നെ ഇപ്പോൾ സെക്കൻഡ് ഒരു ടൂറായിട്ടാണ് ചെയ്തത്, അത് US-ലായിരുന്നു. എനിക്ക് ആക്ച്വലി ലൈവ് ഭയങ്കര ഇഷ്ടമാണ് പാടാൻ. പണ്ട് ഭയങ്കര പേടിയായിരുന്നെങ്കിലും ഇപ്പൊ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. പേടി ഒരു അനുഗ്രഹമായിട്ട് മാറി. അതിനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ലൈവ് പാടുന്നത്. US-ലെ എല്ലാ സ്ഥലത്തും പോയിട്ട് അവിടെ ഒരു 12 ഷോസ് ഉണ്ടായിരുന്നു. 12 ഷോസ് ഉണ്ടായിരുന്നു. അപ്പൊ പല പല സ്ഥലത്തായിട്ടായിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ? ഇത് ഞാൻ പോയതൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ കോൺസേർട്ട് ആയിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ മെയിനായിട്ടും 4 സിംഗേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ, മെറിൻ ഗ്രിഗറി എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ടായിരുന്നു, ഐഡിയ സ്റ്റാർ സിംഗറിന്റെ വിന്നറാണ്. പിന്നെ ഇമ്മാനുവൽ ഹെൻറി, ഇമ്മാനുവൽ ചേട്ടനും ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ഒരു ഫൈനലിസ്റ്റ് ആണ് പണ്ട്. പിന്നെ റോയ് പുത്തൂർ എന്ന് പറഞ്ഞ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് നല്ലൊരു ഫൺ ട്രിപ്പ് ആയിരിക്കും. കാരണം നിങ്ങളുടെ എല്ലാരും സിംഗേഴ്സിന്റെ കൂടെ പോകുമ്പോൾ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ക്ലൈമറ്റ് ഒക്കെ എങ്ങനെ? നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചെന്നപ്പോ തണുപ്പൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഒരു പെട്ടെന്നാണ് അവിടെ ഒരു ദിവസം കൊണ്ട് തണുപ്പായത്. അപ്പം ചെറിയ നമുക്ക് ത്രോട്ട് ഇറിറ്റേഷൻ ഒക്കെ വരും, പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയി. ഓപ്പൺ ആയിരുന്നല്ലോ, ഓപ്പൺ സ്റ്റേജ് ആയിരിക്കും അല്ലേ? ഓപ്പൺ സ്റ്റേജ് അല്ലായിരുന്നു, കൂടുതലും ഇൻഡോർ സ്റ്റേജസ് ആയിരുന്നു. എന്തൊക്കെയാ ഹോബീസ് അതർ ദാൻ സിംഗിങ്? എന്തൊക്കെയാണ് ഹോബീസ് ഉള്ളത്? ഹോബി എന്ന് പറയാൻ മാത്രം ഭയങ്കര ഹോബീസ് ഒന്നും എനിക്കില്ല. എനിക്ക് പാട്ട് കേൾക്കുന്നതും പാടുന്നതുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 കാര്യം. പിന്നെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഭയങ്കര ഫുഡിയാണ്. എനിക്ക് ഫുഡ് അത് കാണാനില്ലാന്നേ ഉള്ളൂ, പക്ഷെ എനിക്ക് ഒരുപാട് കഴിക്കും ഒരുപാട് കഴിക്കും ഫിഗർ എന്നുള്ളതാണ്. ഒത്തിരി കഴിക്കത്തില്ല, പക്ഷെ എനിക്ക് പുതിയ പുതിയ ഫുഡ് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ട്രൈ ചെയ്യാൻ കുക്കിംഗിൽ ഞാൻ അത്ര പോയല്ല. ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ട്രൈ ചെയ്തപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഫുഡ് ഏതായിരുന്നു? അയ്യോ, അങ്ങനെ ചോദിച്ചാല് എനിക്കങ്ങനെ എപ്പോഴും ഒരു ഭയങ്കര ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞ ഒരു സംഭവമില്ല. പല ക്വിസീൻസ് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ചിലത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല എന്ന് വിചാരിച്ചതാണ് സൂഷി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സൂഷി. അപ്പോ അങ്ങനെ പിന്നെന്താ, പലർക്കും ഇഷ്ടാവില്ല, കാരണം റോ ഫിഷ് ഒക്കെ അതിലുള്ളതുകൊണ്ട് പല ആൾക്കാരും അത് ഒന്ന് മടിക്കും കഴിക്കാൻ വേണ്ടിട്ട്. ഞാനും ഭയങ്കര സ്കെപ്റ്റിക്കൽ ആയിരുന്നു, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഏഷ്യൻ ക്വിസീൻ ഭയങ്കര ഇഷ്ടമാണ്. തായ് ഫുഡ് ഇഷ്ടമാണ്. പിന്നെ ഇറ്റാലിയൻ എല്ലാം ഇഷ്ടമാണ്. അങ്ങനെ പറയുമ്പോ പിന്നെ നമ്മുടെ കംഫർട്ട് ഫുഡ് എപ്പോഴും നമ്മുടെ കേരള കുസീൻ ആയിരിക്കും. പിന്നെ ഓരോ ഇപ്പം പുതിയ പുതിയ റീൽസ് ഒക്കെ കാണുമ്പോ കാണുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കും എല്ലാം. ഇവിടെ അടുത്ത ദിവസം മുമ്പ് ഇവിടെ പോകണം. അങ്ങനെ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എന്റെ അനിയനും എന്റെ കസിൻസിനും ഒക്കെ എന്റെ കൂടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് കഴിപ്പിക്കാൻ ഒരു ഇത് പുതിയ പുതിയ സാധനമൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് പോയി കഴിക്കണം, ഞാൻ എല്ലാം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് കൊണ്ടുപോകും. ലേറ്റസ്റ്റ് കഴിച്ച ഫുഡ് ഏതാണ്? പുതിയതായിട്ട് കഴിച്ചെന്നല്ല, പക്ഷെ എന്നാലും ഞാൻ US പോയപ്പോൾ കുറച്ച് അവിടുത്തെ സ്പെഷ്യലിറ്റീസ് ഞാൻ കഴിച്ചായിരുന്നു.
അവിടെ ടെക്സസിലൊക്കെ അവിടുത്തെ സ്റ്റേക്കും ബാർബിക്യൂസും ഒക്കെ ഭയങ്കര പോപ്പുലറാണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് അത് കഴിച്ചു. അപ്പത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ആ ടേസ്റ്റ് ഒരിക്കലും നമുക്ക് ഇവിടെ ആ ടേസ്റ്റ് ഇവിടെ കിട്ടത്തില്ല. ഇവിടെ ഞാൻ ട്രൈ ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ എന്നാലും അവിടെ ഒരു കുറച്ചുകൂടെ അടിപൊളിയാണ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. കമ്പോസിങ്ങിൽ വല്ല ഇൻട്രസ്റ്റ് എവിടെയോ കേട്ട പോലെ തോന്നി. കമ്പോസിങ് എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എന്നുള്ളത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചെയ്യാനായിട്ട്, പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ എനിക്ക് എന്താണേലും ചെയ്യണം എന്ന് ഞാൻ ഇങ്ങനെ ടോപ്പ് പ്രയോറിറ്റിയിൽ ഇട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു പാട്ട് കമ്പോസ് ചെയ്യാന്നുള്ളത്. ഒരു പാട്ടെന്നല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം പാട്ട് പാടാനാണ്. പക്ഷെ ഇപ്പം സിനിമയിൽ തന്നെ പാടണം എന്നോ അങ്ങനെയൊന്നുമില്ല, എനിക്ക് പാടിയാൽ മതി എന്നേ ഉള്ളൂ. സോ എനിക്ക് സ്വന്തമായിട്ട് സോങ്സ് ചെയ്യുക, പിന്നെ അത് പാടുക, കുറച്ച് നമ്മുടെ സിഗ്നേച്ചർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാമല്ലോ. അതൊക്കെയാണ് എൻ്റെ ഇപ്പോൾ ഏറ്റവും എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ട് ഏതാണ്? ഏറ്റവും കൂടുതൽ കേൾക്കുന്ന അങ്ങനെ ഒരു പാട്ടായിട്ട് എനിക്ക് ഇല്ല. എനിക്ക് ഒത്തിരി പാട്ടുകൾ ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് റഹ്മാൻ സാറിന്റെ പാട്ടുകളാണ്. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, കേൾക്കാൻ ഭയങ്കര സുഖം തോന്നുന്ന ഒരു പാട്ടുകൾ. റഹ്മാൻ സാറിന്റെ തന്നെയല്ല, ഇപ്പൊ ഞാൻ പാടിയില്ലേ ഇന്നും കൊഞ്ചം നേരം ഞാൻ ഒരുപാട് തവണ കേൾക്കുന്ന ഒരു പാട്ടായിരുന്നു. പിന്നെ നീ കവിതകളാന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഓരോ സമയത്ത് ഓരോരോ ഫേവറേറ്റ്സ് ആണ്. മലയാളത്തിലാണെങ്കിൽ ആരാധിക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഫേവറേറ്റ് ആണ് ആ പാട്ട്. എപ്പോൾ കേട്ടാലും ഭയങ്കര ഒരു കംഫർട്ടാണ് അത് കേൾക്കുമ്പോൾ. അതുപോലെ കുറേ പാട്ടുകളുണ്ട്. പിന്നെ പഴയ പാട്ടുകളാണെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. വിദ്യാസാഗർ സാറിൻ്റെ പാട്ട് ഇഷ്ടമാണ്, എം ജയചന്ദ്രൻ സാറിൻ്റെ പാട്ട് ഇഷ്ടമാണ്. കുറേ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിനും ഓരോരോ സിഗ്നേച്ചർ ഓരോ പാട്ടുകളുണ്ട്. എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് കേട്ടോണ്ടിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം. ശരി, നമുക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് സോങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും പറ്റില്ല. മൂഡ് ഇങ്ങനെ ഓഫ് ആക്കുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് സോങ്സ് ആണ്? മെലഡി തന്നെയാണോ കേൾക്കുക? എനിക്ക് ഏറ്റവും ഇഷ്ടം മെലഡി കേൾക്കാനാ. പുതിയ റാപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്ച്വലി എൻ്റെ സിബ്ലിങ്സിനൊക്കെ അതാണ് കുറച്ചും കൂടെ ഇഷ്ടം. പക്ഷെ ഞാനൊരു മെലഡികൾ, അതുപോലെ ചിലരിങ്ങനെ പറയുന്നത് കേൾക്കാം, പുതിയ പാട്ടുകളിൽ നല്ല പാട്ടുകളൊന്നും വരുന്നില്ല എന്ന്. അവർ പാട്ട് കേൾക്കാത്തോണ്ടാന്നേ ഞാൻ പറയുള്ളൂ. നല്ല പാട്ടുകളുണ്ട്. വിഷ്ണു വിജയ് എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒത്തിരി നല്ല പാട്ടുകളുണ്ട്. ജേക്ക് ചേട്ടൻ്റെ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. പുതിയ ഇറങ്ങുന്ന ഒത്തിരി ഫേവറേറ്റ് പാട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പറയുന്നവരൊക്കെ പാട്ട് കേൾക്കണം. അല്ല, കാലഘട്ടത്തിനനുസരിച്ച് പാട്ടിന് വരുന്ന വ്യത്യാസങ്ങളാണത്. പണ്ടത്തെ ഒരു ട്രെൻഡ് അല്ല ഇപ്പം, അത് പിടിക്കാനും പറ്റില്ലല്ലോ. പിന്നെ ഓരോ മൂവിക്കും അതിന്റെ സിനറിയോ ബേസ് ആയിട്ടുള്ള പാട്ടുകളല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. മ്യൂസിക് ഡയറക്ടേഴ്സിന് പഴയ രീതിയിലുള്ള പാട്ടുകൾ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ അവരതിൽ തകർക്കും. കാരണം ഭയങ്കര ടാലന്റഡ് ആണ് ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ. അതെ, കറക്റ്റാണ്. ഇപ്പൊ നേരത്തെ എന്താ പറയാ, ഇത് പറഞ്ഞല്ലോ ഹോബീസ് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു പോയി, മോഡലിങ്ങിന് അങ്ങനെ വല്ല സ്കോപ്പും ചെയ്തിരുന്നോ എന്തെങ്കിലും? അങ്ങനെ മോഡലിംഗ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ നിന്നാലും അവർ നന്നായിട്ട് ഫോട്ടോ എടുത്തു തരും. പിന്നെ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഡോൺ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ കൂടെ. പക്ഷെ അതൊരു ഫണ്ണായിട്ട് ചെയ്തതാണ്. അങ്ങനെ മോഡലിംഗിലേക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. അങ്ങനെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് അന്ന് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഫണ്ണായിട്ട് അങ്ങ് ചെയ്തതാണ്. അല്ലാതെ വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അറിയത്തില്ല, ഞാനത് പറയാൻ പറ്റില്ല. എന്താവും എങ്ങനെയാവും എന്നുള്ളത് പറയാൻ പറ്റില്ല. ചാൻസ് വന്നു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റഡ് ആണ്. അങ്ങനെ ഇപ്പൊ കവർ സോങ്സ് ഒക്കെ ചെയ്യുമ്പോ തന്നെ എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു ഇതിലാണല്ലോ, വേ ഓഫ് സോങ്ങിനെ അനുസരിച്ചാണല്ലോ ഓരോരുത്തർ ഇങ്ങനെ മേക്കപ്പും ഈവൻ ഡ്രസ്സും കോസ്റ്റ്യൂംസ് ഒക്കെ അതേ കവർ സോങ്ങിനനുസരിച്ചിട്ടാണല്ലോ ചെയ്യണത്. ഞാൻ ശരിക്കും ഭയങ്കര അങ്ങനെ നോക്കുന്ന ഒരാളല്ല. എന്റെ കയ്യിലുള്ളതിൽ കുഴപ്പമില്ലാത്ത ഒരെണ്ണം എടുത്തിടുക, അങ്ങനെ എന്താ പറയാ, ടാലന്റ് പോലെ തന്നെ ഓൾറെഡി ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ പിന്നെ എങ്ങനെ എന്തിട്ടാലും അത് ഓട്ടോമാറ്റിക്കലി സിങ്ക് ആയിട്ട് മാറുന്നോണ്ട് പിന്നെ കുഴപ്പമില്ല, പ്രത്യേകിച്ച് ചൂസ് ചെയ്തിടേണ്ട ആവശ്യമില്ല. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാനിങ്ങനെ ഭയങ്കര ചൂസ് ചെയ്തെടുക്കുന്ന ഒരാളല്ല. ഉള്ളതിൽ ഏതെങ്കിലുമൊക്കെ വെച്ച് അങ്ങനെ പോവാ,
അങ്ങനെയുള്ളൂ. ചിലരിങ്ങനെ ഭയങ്കര പെർട്ടിക്കുലർ ആയിട്ട് ഇങ്ങനെ ജ്വല്ലറി ഒക്കെ എടുക്കുന്നതൊക്കെ കാണാം. ഞാനാണ് ജ്വല്ലറി ഇടാത്ത ആളാ, ഇടുവേ ഇല്ല. എനിക്ക് ആകെ ഉള്ളത് ഒരു വാച്ചാ. ഇപ്പൊ നേരത്തെ ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞപ്പം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ? ഫ്രണ്ട്സിന്റെ ആളാണോ? ഫ്രണ്ട്സ് ഒത്തിരി ഉണ്ട്, പക്ഷെ വളരെ ക്ലോസ് സർക്കിളിലുള്ളത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ എനിക്ക് എല്ലായിടത്തും കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഇവിടെ തേവരയിലാണ് പഠിച്ചത്, സേക്രഡ് ആർട്ട് കോളേജിൽ. അപ്പൊ അവിടെ എന്റെ ക്ലാസ്സിലൊക്കെ എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അവിടെയാണ് ശരിക്കും എന്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് അവിടെയാ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ചെയ്താണെങ്കിൽ ബാംഗ്ലൂർ ആയിരുന്നു, ക്രൈസ്റ്റിൽ. അവിടെയും ഉണ്ട് എനിക്ക് കുറെ ഫ്രണ്ട്സ്, കുറെ പേരുണ്ട്. പക്ഷെ 2-3 പേരെ പിക്ക് ചെയ്തെടുക്കാനാണെങ്കിൽ എനിക്ക് അതും ഉണ്ട്. അവരൊക്കെ എങ്ങനെയാ പാട്ട് കേട്ടിട്ട് അഭിപ്രായങ്ങൾ എങ്ങനെയാ പറയാറ്? പാട്ട് കേട്ട അഭിപ്രായം പാട്ടിന്റെ ടോപ്പിക് ഇല്ലേ? പാട്ടിന്റെ അഭിപ്രായം ഒന്നുമില്ല. ഞങ്ങള് അവിടെ ചെല്ലുമ്പോ ഞാൻ പാട്ട് പാടുന്നൊന്നും അവര് ചിന്തിക്കുക പോലും ഇല്ല. അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും അവിടെ ഇല്ല സാധാരണ. സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ. അല്ല, പ്ലേ ബാക്കിങ് എന്തായാലും 2 പടത്തില് ചെയ്തിട്ടുണ്ടല്ലോ ഓൾറെഡി. അവരങ്ങനെ ചിന്തിക്കുന്ന പോലും ഇല്ല. ഫുഡ് കഴിക്കാൻ വരുന്നു ചിന്തിക്കാത്തതാണ് നല്ലത്. അങ്ങനത്തെ ചിന്തയിലും വേണ്ടല്ലോ. നമ്മുടെ ഫ്രണ്ട്സ് പറയുമ്പോ നമ്മളായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണല്ലോ. എന്താണ് ഇപ്പൊ ഡ്രീം? എന്താണ് ഇനി? എനിക്ക് ഏറ്റവും ഇഷ്ടം പാട്ട് തന്നെയാണ്. മ്യൂസിക്കാണ് എൻ്റെ ഏറ്റവും എനിക്ക് കംഫർട്ട് തരുന്നതും എനിക്ക് ഒത്തിരി ഹാപ്പിനെസ് തരുന്നതായിട്ടുള്ള ഒരു കാര്യം. പാട്ട് തന്നെയാണ് ഞാൻ ഫ്യൂച്ചറായിട്ട് കാണുന്നത്. പിന്നെ പാട്ട് മാത്രമേ പാടൂ, അത് മാത്രമേ പറ്റൂന്നൊന്നുമില്ല. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് ഇൻ കേസ് ദിസ് ഡസന്റ് വർക്ക് ഔട്ട്, പ്ലാൻ ബി ഉണ്ട്. അങ്ങനെ പ്ലാൻ ബിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്തത്. പക്ഷെ ഏറ്റവും എനിക്ക് ഇഷ്ടം പാട്ട് തന്നെയാണ്. സോ പാട്ടിന്റെ ഫീൽഡിൽ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് പോകാന്നാ ഇപ്പൊ വിചാരിക്കുന്നത്. കുറച്ചും കൂടെ അത് വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനിലാണ്. ഫാമിലിയെ കുറിച്ച് പറയാൻ? എന്റെ വീട്ടില് പപ്പ, അമ്മ, അനിയൻ, അനിയത്തി, പിന്നെ ഗ്രാൻഡ് പേരൻസും ഉണ്ട്. ഞങ്ങൾ 7 പേരുണ്ട് വീട്ടില്. അനിയത്തി എങ്ങനെയാ പാട്ട് ഇഷ്ടമാണോ? പണ്ട് കുറച്ചൊക്കെ പാടുമായിരുന്നു, പക്ഷെ അവൾക്ക് പാട്ട് പാടുന്നതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ കേൾക്കാൻ ഇഷ്ടമാണ്. കേൾക്കാന് ഞാൻ പാടുന്നത് കേട്ടല്ലേ പറ്റുള്ളൂ. അങ്ങനെ കേൾക്കും. അല്ല, ഇങ്ങനത്തെ ഇന്ത്യൻ മ്യൂസിക്കിനോടാണോ അതോ വെസ്റ്റേൺ? അവളും കുറച്ചും കൂടെ എന്റെ ഒരു ടേസ്റ്റ് ആണ് മ്യൂസിക്കിൽ. മെലഡിയാണ് ഇഷ്ടം. പിന്നെ അനിയനാണ് കുറച്ചും കൂടെ ഒരു ജിൽ പാട്ടുകളാണ് അവന് ഇഷ്ടം. കുറച്ചും കൂടെ ഫാസ്റ്റ് നമ്പേഴ്സ്. അപ്പം താങ്ക് യു സോ മച്ച്. ഒരുപാട് സമയം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയി, ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഇനി എല്ലാ അപ്കമിങ് പ്രോജക്ട്സിനും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.